താൻ നിരപരാധിയാണെന്ന് ആവർത്തിക്കുന്ന ദിലീപ് ഡിസംബർ 8 തന്റെ ജീവിതത്തിലെ നല്ല ദിനമാകുമെന്ന പ്രതീക്ഷയിലാണ്. ഡിസംബർ 18-നാണ് ദിലീപ് ചിത്രം ബബ്ബബ്ബയുടെ റിലീസ്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡിസംബർ 8-ന്റെ പ്രത്യേകത. ഡിസംബർ 8-ന് വലിയ പ്രത്യേകത ഒന്നുമില്ല. ഡിസംബർ 9-ന് നമുക്ക് എന്താണ്, നമ്മുടെ ഇലക്ഷൻ ആണ്, സ്വദേശ തെരഞ്ഞെടുപ്പാണ്. ഡിസംബർ 8-ന് എന്ന് വെച്ചാൽ നമ്മുടെ ജനപ്രിയ നായകൻ, അതായത് ദിലീപിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിന്റെ നിർണായകമായിട്ടുള്ള ഒരു വിധി വരുന്ന ഒരു ദിവസമാണ് ഡിസംബർ 8. അപ്പൊ ഈ പിറ്റേ ദിവസം ഇലക്ഷൻ ആയതുകൊണ്ട് ഈ വിധി എങ്ങനെ ബാധിക്കുമെന്ന് അറിയത്തില്ല. ദിലീപിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അത് വഴിയെ വരുമ്പോൾ വരുന്നതിന്റെ ബാക്കിയല്ലേ, നമുക്ക് വഴിയെ കാണാം. അപ്പം അന്ന് എന്താണ് സംഭവിച്ചത്? ഇതൊരു 5-8 വർഷം മുമ്പുള്ള ഒരു കേസാണ്. എല്ലാവർക്കും അറിയാം. ഒരു 2018 ജൂലൈയിൽ നടന്ന ഒരു കേസാണ്. നമ്മുടെ ഒരു പ്രമുഖ നടിയെ ഒരു കൂട്ടം ഗുണ്ടാ സംഘങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നു, അവരെ ബലാത്സംഗം ചെയ്യുന്നു. അതായത് നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ഒരു രാത്രി മുഴുവനും ഇവരെ നഗരങ്ങളിൽ പലയിടത്തും കൊണ്ട് നടക്കുന്നു. എന്നിട്ട് പൾസർ സുനി എന്ന് പറഞ്ഞ ഒരു കൊടും ക്രിമിനലെ ഇതുപോലെ ഇവരെ ആക്രമിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഇവർ ഓടി ചെല്ലുന്ന നമ്മുടെ ലാലിന്റെ വീട്ടിലോട്ടാണ്. ലാലിന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ലാല് പരിഭ്രാന്തനാകുന്നു. അങ്ങനെ വരുന്നപ്പോഴത്തേക്ക് എന്താണ്, ആന്റോ ജോസഫ്, നിർമ്മാതാവായ ആന്റോ ജോസഫിനെ അറിയിക്കുന്നു. ആന്റോ ജോസഫ് വരുന്നു. ആന്റോ ജോസഫ് MLA പി ടി തോമസിനെ അറിയിക്കുന്നു. അപ്പൊ MLA യുടെ ഇടപെടൽ കൊണ്ട് ഇത് കേസാകുന്നു. അങ്ങനെയാണ് ഇതിന്റെ തുടക്കം വരുന്നത്. അന്നത്തെ കേസിൽ ഈ പൾസർ സുനിയെ പിടിച്ചപ്പോഴത്തേക്ക് അന്ന് പറഞ്ഞത് ഇതൊരു പകപോക്കലാണ്. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരു സിനിമ നടനാണ് എനിക്കിത് കൊട്ടേഷൻ തന്നത്. അപ്പൊ ആ കൊട്ടേഷൻ തന്നതിന്റെ പ്രകാരം മാത്രം കൊണ്ടാണ് ഈ ഒരു നടിയെ ഞാൻ ഇങ്ങനെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ അപ്പം അത് പൾസർ സുനി പറഞ്ഞ പേര് ആരുടെയാന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാം, ദിലീപിന്റെ പേരാണ് പറഞ്ഞത്. അപ്പൊ ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനാണെന്ന് കോടതി ഏകദേശം സ്ഥാപിക്കുന്നു. അങ്ങനെ ദിലീപ് ഒരു 10-15 ദിവസത്തോളം ഒരു ജയിലിൽ കിടന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഇങ്ങോട്ട് ഇതിപ്പോ ഈ സംഭവം നമുക്ക് 8 വർഷത്തിനിപ്പുറം ഇതിനൊരു വിധി തീർപ്പാക്കാൻ വരികയാണ്. നമുക്കറിയത്തില്ല, നമ്മുടെ ജനപ്രിയ നായകൻ അല്ലേ, ദിലീപിനെ പോലെ ഒരു അത്രയും നമ്മുടെ മനസ്സിലോട്ട് കയറിയ ഒരു നായകൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ എന്താണ്, അദ്ദേഹത്തിന്റെ നർമ്മം, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കാണിക്കുന്ന ആ ഒരു പരിപാടി നമ്മുടെ എല്ലാവരുടെ മനസ്സിലൊരു ജനപ്രിയ നായകനാണ്. എങ്കിലും അന്ന് ഈ സംഭവം നടന്നപ്പോൾ വാർത്ത നിറഞ്ഞു നിൽക്കുന്ന ഒരു സെൻസേഷൻ ആയിട്ട് നിറഞ്ഞു നിന്നപ്പോഴത്തേക്ക് നമുക്ക് എത്ര പ്രിയപ്പെട്ടവനാണെങ്കിലും നമ്മൾ എല്ലാവരും ദിലീപിനെ ഒന്നടങ്കം നമ്മൾ തള്ളിക്കളഞ്ഞ ഒരു വ്യക്തിയാണ്. കാരണം എന്താണ്, ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ മാത്രം ക്രൂരനാണോ? നമ്മൾ അത്രയും നെഞ്ചോട് ചേർത്ത് നിർത്തിയ നമ്മുടെ ദിലീപ് അത്രമാത്രം ക്രൂരനാണോ? അങ്ങനെയാണ് നമുക്ക് ഇനി ഇദ്ദേഹത്തിന്റെ സിനിമ കാണണ്ട. നമ്മൾ അങ്ങനെ എല്ലാവരും, സ്ത്രീകളും കുട്ടികളും അടക്കം എത്ര ഇഷ്ടമുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകൾ നമ്മൾ ഒരു കണ്ടിരുന്നില്ല. അപ്പൊ നമുക്കറിയാം, CID മൂസ പോലെയുള്ള സിനിമകൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു കോംബോ, അങ്ങനെയുള്ള ഒരു നടിയാണ് അവർ അത്ര ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ആ ഒരു നടിയിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പകപോക്കൽ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ സിനിമാ ലോകത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ദിലീപും മഞ്ജു വാര്യറും അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരുന്നു അല്ലേ. അവർ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ദിലീപിന് നമ്മുടെ കാവ്യമാധവനുമായിട്ടൊരു ബന്ധമുണ്ട് എന്നുള്ള ഒരു ചെറിയ ഒരു സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെ വിവാഹശേഷം, അതായത് ഈ ദിലീപിന്റെ മഞ്ജു വാര്യറുടെ വിവാഹശേഷം മഞ്ജു വാര്യർ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ ഒന്ന് വന്നിരുന്നെങ്കിലല്ലേ. അത്രമാത്രം മഞ്ജു വാര്യർ നമ്മൾ നെഞ്ചോടി ചേർത്താണ്. നമ്മുടെ എന്താണ്, 6-ാം തമ്പുരാന്റെ ഒക്കെ സീൻ എന്തുവല്ലേ, ലാലേട്ടനുമായിട്ടുള്ള സീന്. അപ്പം അത് കഴിഞ്ഞ് ഇവർ വിവാഹശേഷം ഒരു ശരിക്കും ഒരു വീട്ടമ്മയായിട്ട് ഇവർ ഒതുങ്ങി കൂടിയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചത് എന്താണ്, അത് മഞ്ജുവിന്റെ ഇഷ്ടമാണ്, മഞ്ജുവിന് ചിലപ്പോൾ അങ്ങനെ ജീവിക്കാനായിരിക്കും ഇഷ്ടം എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പോകപ്പോയാണ് ഇത് ദിലീപ് ശരിക്കും മഞ്ജു വാര്യരുടെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് വീട്ടിലിരുത്തേക്കുവാണ്. അങ്ങനെയുള്ള സംസാരമൊക്കെ പതുക്കെ പൊന്തി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മഞ്ജു വാര്യർ വീട്ടിൽ ഇരുന്ന് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദിലീപിന് വിദേശത്തൊക്കെ ഇഷ്ടംപോലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വിദേശത്ത് പോകുമ്പോഴത്തേക്ക് ഇവര് സിനിമ നടനും നടിമാരും എല്ലാം ഒട്ടനവധിയുണ്ട്. അപ്പൊ മഞ്ജു വാര്യർ സ്വാഭാവികമായിട്ട് വീട്ടിലിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ദിലീപും കാവ്യമാധവനും ഒന്നിച്ചുള്ള ഓരോ നിമിഷങ്ങളും ഒക്കെ നമ്മുടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടി കറക്റ്റ് അപ്പുള്ള ഡീറ്റെയിൽസ് മഞ്ജു വാര്യർ എത്തിച്ചു. അതാണ് ഇവരുടെ വിവാഹമോചനത്തിലോട്ട് എത്താനുള്ള കാരണം. അതിന്റെ ഒരു പകപോക്കലായിട്ടാണ് ദിലീപ് ഇങ്ങനെ ഈ ഒരു നടിക്ക് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത് എന്നായിരുന്നു വാദം. അപ്പൊ പ്രോസിക്യൂഷൻ ഒരുപാട് ഈ ദിലീപ് ഇന്നത്തെ കുറ്റക്കാരനാണെന്ന് തെളിയിക്കണമെങ്കിൽ, ഇപ്പൊ ഇത് നമ്മുടെ പൾസർ സുനി പറയുന്നൊരു കാര്യമാണ്, ഇത് ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കണമെങ്കിൽ ദിലീപും പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കണം. അതുപോലെ തന്നെ ഇവർ നടത്തിയ പണമിടപാട്, ഇവർ എവിടെ നിന്ന് ഈ ചർച്ച ചെയ്തു, ഇവരുടെ ഗൂഢാലോചന, അങ്ങനെയുള്ള തെളിവുകൾ, ഒരുപാടധികം തെളിവുകൾ നിർത്തിയാൽ മാത്രമേ ഈ ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരനാണോ, അല്ലെ ദിലീപ് കൊട്ടേഷൻ കൊടുത്തതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് വേറെ ഒരു രീതിയിൽ വളച്ചൊടിക്കപ്പെട്ടേക്കാം. അപ്പൊ അതിന് കുറേയധികം വിസ്താരണങ്ങൾ വേണ്ടി വന്നിരുന്നു. അതായത് 833ഓളം രേഖകളാണ് സമർപ്പിച്ചത്, കോടതി മുമ്പാകെ സമർപ്പിച്ചത്. അതിന് പ്രിൻസിപ്പൽ സെക്ഷൻ ജഡ്ജിന്റെ മുമ്പാകെയാണ് ഈ ഒരു വിധി വരാൻ പോകുന്നത്. അപ്പൊ ഇതൊരു അന്തിമ വിധിയൊന്നുമല്ല. സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടതിന് കുറച്ച് അപ്പീലിന് പോകാം, ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോകാം. ഹൈക്കോടതി കഴിഞ്ഞാൽ നമുക്കറിയാലോ സുപ്രീം കോടതി ഉണ്ട്. അപ്പൊ ഇത് അന്തിമമല്ല. പക്ഷെ ഇത് വർഷങ്ങളെടുക്കും. ദിലീപ് കുറ്റക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ദിലീപിന്റെ ഏറ്റവും വലിയൊരു പരാജയ ഘട്ടമായിരിക്കും. അഥവാ ദിലീപ് ഇതിനകത്ത് കുറ്റവിമുക്തനാണെന്ന് അറിയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഉയർത്തെഴുന്നേപ്പായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സഹതാപം കിട്ടും. ഇത്രയും ഒരു പച്ചയ മനുഷ്യനെയാണല്ലോ നമ്മൾ ഇത്ര നാൾ കുറ്റക്കാരൻ, ഒരു സംശയത്തിന്റെ നെറ്റിൽ നോക്കിയിരുന്നേന്നുള്ള ഒരു അങ്ങനെ ഒരു
നമുക്കൊരു അനുകമ്പ അദ്ദേഹത്തോട് തോന്നാൻ ഒരു ഇതുണ്ട്. പക്ഷെ ഇത് കുറ്റക്കാരനാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിമുടി ദിലീപിന്റെ ജീവിതമാകെ വീണ്ടും ആടി ഒലയുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പൊ എന്തൊക്കെ വന്നാലും ഇപ്പം നമ്മുടെ മഞ്ജുവാറിന്റെ ജീവിതമാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ആ പഴയ ആർജവം മഞ്ജുവാറികൾക്കും തിരിച്ചു കിട്ടി. വീണ്ടും ദിലീപും മഞ്ജുവാരും ദിലീപുമായിട്ടുള്ള വിവാഹമോചനത്തിന് ശേഷം ദിലീപും കാവ്യമാധവനും വിവാഹിതയായിട്ടുണ്ട്. അവർക്കൊരു കുഞ്ഞും ജനിച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയായാലും ഇത് ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഈ വിധി എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും. ദിലീപ് ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മലയാളികൾ ഒന്നടങ്കം ദിലീപിനെ തള്ളി പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ സിനിമ പോലും കാണാറില്ല. ഇപ്പം ദിലീപ് ഒരുപക്ഷെ ഇൻഡസ്ട്രി മൊത്തം അടക്കി ഭരിച്ച് വാഴ്ന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു വിഷയം വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരുപാട് മൂല്യം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ഇപ്പം ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെല്ലാം മറന്ന് വീണ്ടും ദിലീപിനെ പഴയതുപോലെ നമ്മൾ കാണാൻ തുടങ്ങി. നമുക്കറിയാം നമ്മുടെ CD മൂസ, വെട്ടം അങ്ങനെയുള്ള സിനിമകളല്ലേ ഒരുപാടുണ്ട്. മൈബോസ് അങ്ങനെ തുടങ്ങിയ സിനിമകളെടുത്ത് ദിലീപിന് പകരം വെക്കാൻ ആരുമില്ല. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ആക്രമിക്കപ്പെട്ടതെന്ന് നടിക്ക് അല്ലെ, അവരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയധികം നമുക്ക് ഒരുപാട് സിനിമകൾ സമ്മാനിച്ച അല്ലെ, ഞാനൊക്കെ അവരുടെ ഒരു ഫാനാണ്. നമ്മൾ എന്ന് പറഞ്ഞ ഒരു സിനിമയിലൂടെ ഒരു പിച്ചക്കാരിയായിട്ട് വന്നിട്ട് നമ്മുടെ ഇൻഡസ്ട്രി മൊത്തം കീഴടക്കിയ ആ ഒരു വ്യക്തിക്ക്, ആ ഒരു വനിതയ്ക്ക് നീതി കിട്ടട്ടെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പം ഇതിനകത്ത് എത്ര വലിയ തലപ്പത്തുള്ളവരാണെങ്കിലും അത് അവരെങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കാൻ തന്നെ പെടണം. അഥവാ ഇവർ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവർ കുറ്റവിമുക്തം തന്നെയാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആരാണെങ്കിലും നിയമത്തിന്റെ ഫ്രണ്ടിലോട്ട് വരണം. ആ ഒരു സ്ത്രീക്ക് നീതി കിട്ടണം തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ പിന്നെ കണ്ടവരെ ബൈ.